എന്റെ വീടിന്റെ പ്രമാണം ഞാൻ പണയം വെച്ചിട്ടുണ്ടാവും, പക്ഷെ എന്റെ അഭിമാനം ഞാൻ പണയം വെച്ചിട്ടില്ല ലാലേട്ട. ഇന്നത്തെ എപ്പിസോഡില് റോക്കിയുടെ തഗ്ഗുകൾ എണ്ണി എടുക്കാനാണെങ്കിൽ രാത്രി മൊത്തം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് പറഞ്ഞു റോക്കി ഈ ഒരു 53 മിനിറ്റിന്റെ എപ്പിസോഡില്. അത്രയ്ക്കും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ് ആഷൻ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നത്. ജാസ്മിനെയും ഗബ്രീനെയും ഹൗസിലുള്ള എല്ലാരും കുറ്റം പറയുമ്പോൾ അവർക്കെതിരെ ഏറ്റവും അധികം ഗെയിം കളിച്ച റോക്കി തന്നെ ആയിരിക്കണമല്ലോ അവിടെ ഒരുപടി മുന്നിൽ നിൽക്കേണ്ടത് കുറ്റം പറയുന്നതിൽ. അതിൽ റോക്കി എന്തായാലും വിജയിച്ചിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയും എല്ലാവരും ആളാം പ്രതി ഭിത്തിയിൽ തേച്ചൊട്ടിച്ചുവെങ്കിലും ഏറ്റവും ചിരിയും ഗൂസ് ബംസും അടിച്ചത് ഈ ഒരു പോയിന്റിലാണ് അല്ലേ ഗബ്രി? റോക്കി എന്നെ ടാർഗറ്റ് ചെയ്ത് എറിഞ്ഞു ലാലേട്ട. ഈ ഒരു ടാസ്കിൽ ബോൾ എടുത്തിട്ട് അസ്ഥാനം നോക്കി എറിഞ്ഞു. അപ്പൊ ഉടനെ റോക്കി സോഫ്റ്റ് ബോൾ വെച്ചിട്ട് ഇവനെ ടാർഗറ്റ് ചെയ്ത് എറിയാനാണെങ്കിൽ ഞാൻ വല്ല ഒളിമ്പിക്സിലും പോയി ചാമ്പ്യൻ ആയനെ. ഗബ്രിയുടെ മുഖം കാണണമായിരുന്നു അത് കേട്ട് കഴിഞ്ഞാൽ. ഒരുമാതിരി കാറ്റിക്ക് ഇലക്ട്രിക് കമ്പിയിൽ ഇരുന്ന് ഷോക്ക് അടിച്ച അവസ്ഥയായിരുന്നു. എരന്ന് മേടിച്ചു റോക്കിയുടെ കയ്യിൽ നിന്ന്. ഒരാവശ്യമില്ലാതെ ഗബ്രി ഇങ്ങനെ വിക്ടിം കാർഡ് ഇറക്കി മേടിച്ചു കൂട്ടിയതാണ് ആ ഒരു സംഭവം. മര്യാദയ്ക്ക് ഒരു നിലപാട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു ഇഷ്യൂല് എനിക്കൊക്കെ തോന്നിയ അതേ കാര്യമാണ് റോക്കി ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞത്. ഇൻഫാക്ട് ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് തോന്നിയ കാര്യങ്ങളാണ് റോക്കി ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് മൊത്തം. പ്രേക്ഷകരുടെയൊക്കെ ആ ഒരു കൈയടിയ റെസ്പോൺസും കാണണമായിരുന്നു, ഒരു രക്ഷയുമില്ലായിരുന്നു. അപ്പൊ ഒളിമ്പിക്സ് ഒന്നും അല്ലല്ലോ മോനെ അത് എന്നുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഷോർട്ട് പുട്ട് ത്രോവും ജാവലിനും ഒന്നും അല്ലല്ലോ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. സ്മൈലിയുടെ പടമുള്ള ഒരു യെല്ലോ സോഫ്റ്റ് ബോൾ വെച്ചിട്ടുള്ള കളി മാത്രമാണ്. അതിനെ ഇത്രയും വഷളാക്കിയത് ഗബ്രി ഒറ്റയ്ക്കാണ് റോക്കിയെ പ്രൊവോക്ക് ചെയ്ത. റോക്കിയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് ഫിസിക്കൽ അസോൾട്ട് ആരോപണം ഉന്നയിച്ച് ഒരു എതിരാളിയെ പൊകിക്കാം എന്നായിരുന്നു ഗബ്രിയുടെ പ്ലാൻ. പക്ഷെ റോക്കി അതിൽ വീഴാതെ വേറൊരു രീതിയിൽ ആ ദേഷ്യം തീർത്തു എന്ന് മാത്രം. അത് വേറെ കാര്യം. ഈ പറഞ്ഞ വിഷ്വൽസ് എല്ലാം ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡില്. ഇനിയും ലാലേട്ടൻ കാണിച്ചു കൊടുക്കണം ആ ഒരു AV രൂപത്തില്. കാരണം അങ്ങനെ കാണിച്ചാൽ മാത്രമേ വിഷ്വൽസ് എങ്ങനെയാണ് ഔട്ട് പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അതൊരു വളരെ നല്ല കാര്യമാണ്. ലാസ്റ്റ് ആയിട്ട് റോക്കിയുടെ മറ്റൊരു മാസ് ഡയലോഗും കൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു 10 ടൈപ്പ് ബുദ്ധിയുടെ പേര് പറയാം. ബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധി, കുബുദ്ധി, വക്രബുദ്ധി, കൂർമ്മബുദ്ധി, ചാണക്യബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധി, കുരുട്ടുബുദ്ധി. എന്നിട്ട് എന്താണ് മോനെ 10 എണ്ണമായോ? ലാസ്റ്റ് എണ്ണം കൂടി ഉണ്ട് ലാലേട്ട, 9 എണ്ണമേ ആയിട്ടുള്ളൂ. അതെന്താണ് മോനെ പറയൂ? അതാണ് റോക്കി.